വിശ്വാസമുണ്ട്, മിടുക്കനാണ്. പിന്നിപ്പോ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നായകന്മാരാണല്ലോ മറ്റുള്ളവരെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവനെങ്കിലും അവരുടെ സിനിമകളില് ലാലേട്ടൻ വേണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയും എന്ന വിശ്വാസത്തോടെ എല്ലാ പ്രാർത്ഥനയോടും കൂടെ സംഭവം നടന്ന രാത്രിയിൽ എന്ന ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരാൾ ആദ്യമായിട്ട് നായകനായിരുന്നു. പ്രസിദ്ധീകരണം ഡയറക്ടറായിട്ട് റാഫിക്ക് വന്നു, ശേഷം ഞാൻ വന്നു. ഒരു പുതിയ സിനിമയുടെ പുതിയ മേഖലയിലേക്ക് വരുന്ന മുബിനും റാഫി മുബെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ സിനിമ ഒരു സംഭവമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാദർഷയ്ക്കും അതുപോലെ എൻ്റെ റാഫിക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വലിയ സന്തോഷം. റാഫിയും നാദൃഷയും ഒരുമിക്കുന്ന ഈ സിനിമ, റാഫിയുടെ മകൻ നായകനായിട്ട് ആദ്യം എത്തുന്ന സിനിമ നമ്മുടെ സിനിമാ മേഖലയിൽ വന്നൊരു വലിയ വിജയമായി തീരട്ടെ. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം തൊട്ട് ഞാൻ ആശംസകൾ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ചിത്രത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. വലിയൊരു സൂപ്പർ ഹിറ്റായി തീരട്ടെ. മലയാള സിനിമയിൽ ഒരു വലിയ സംഭവമായിട്ട് ഈ ചിത്രം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ വളരെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു ഇരട്ടി മധുരം കഴിച്ചൊരു സന്തോഷമുണ്ട്. കാരണം റാഫി, നാദൃഷ, അതിലുപരി റാഫിയുടെ മകൻ ഒത്തുചേരുന്ന ഈ സിനിമ ഒരു വലിയ വൻ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. താങ്ക് യു വെരി മച്ച്. തോണി എന്ന് പറയുന്ന സിനിമയിൽ ഫസ്റ്റ് ഷോട്ടിൽ അനിഫിക്കയുടെ മുഖത്തായിരുന്നു ക്യാമറ വെച്ച് ഫസ്റ്റ് ഷോട്ടൊക്കെ എടുക്കാറുണ്ട്. സ്നേഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരുപാട് സന്തോഷം. പറഞ്ഞ വാക്കുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു വേദിയാണിത്. എനിക്ക് ആദ്യമായിട്ട് മുഖം കാണിക്കാൻ ഒരു ഡയലോഗ് പറയാൻ അവസരം തന്ന റാഫിക്ക, മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു അവസരം തരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ അഭിനയിക്കുന്ന സിനിമയിൽ ഇന്ന് ഇവിടെ നിൽക്കാൻ ഒരു അവസരം ഉണ്ടായത് വലിയ ഭാഗ്യമായിട്ട് നേരുകയാണ്. സംഭവം നടന്ന രാത്രിയിൽ മഹാസംഭവമാവട്ടെ. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. സുദീർഘമായി സംസാരിക്കുന്നില്ല, ഒരുപാട് സംസാരിക്കുന്നുണ്ട്. റാഫിക ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ സിനിമയും മിമിക്രിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സിനിമയിലെത്തി വലിയ ആളുകളായി മാറിയിട്ടുള്ള ഒരുപാട് പേരുടെയൊക്കെ കഥ എഴുതിയാൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്ന, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള പേരുകൾ ഒന്നായിരിക്കും നാദർഷക്കയുടെ പേര്. അപ്പം നാദർഷക്കയിലൂടെ വന്നിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ പിന്നീട് വലിയ വലിയ ആളുകളായി സിനിമയിൽ മാറിയിട്ടുണ്ട്. ആദ്യകാലത്ത് തുടക്കത്ത് ഒരു സംസാരം ഉണ്ടായിരുന്നു, ഈ നാദർഷക്ക ഒരു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പോലെയാണ്. അവിടുന്ന് വിക്ഷേപിച്ച റോക്കറ്റുകളെല്ലാം ആകാശത്തെത്തി തുമ്പ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെ കിടക്കുക എന്ന് പറയുന്നവരുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നാദർഷക്ക സിനിമയിലെത്തുകയും വലിയ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം നവാഗതരായി എത്തുന്നവർക്കും ഈ അതേ ഭാഗ്യം ഉണ്ടാകട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആത്മാർത്ഥമായ ആശംസകൾ അറിയിക്കുന്നു. നന്ദി. രമേശ് കുറുമശ്ശേരി എന്ന് പറയുന്ന 2 പേര് കാരണമാണ് ഞാൻ മിമിക്രി രംഗത്തേക്ക് എത്തിയത്. എൻ്റെ മിമിക്രി രംഗത്തെ ജോലിയാണ്. താങ്ക് യു ആശ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. നാദൃഷയുടെ എല്ലാ ചിത്രങ്ങളിലും ഞാൻ ഇന്ന് വരെ ഭാഗമായിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഞാനൊരു ഭാഗമാണെന്ന് നാദൃഷ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞു. ഇവരിങ്ങനെ പല തമാശ പറയും. കൗണ്ടറിന്റെ രാജാക്കന്മാരാണല്ലോ ഇവർ രണ്ടുപേരും. സിദ്ദിഖ്ലാൽ കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ കൗണ്ടറിന്റെ റാഫിക്കയുടെ മകൻ. ഇത് തമാശയുടെ കാര്യമല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. റാഫിക്കയുടെ മകൻ ഹീറോ ആകുന്നു. അതിൽ വളരെ സന്തോഷം.
എല്ലാവിധ ആശംസകളും. ഹീറോയിനും എല്ലാവിധ ആശംസകളും. രണ്ടുപേരും ഒത്തിരി ഒത്തിരി ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ ചിത്രത്തിന് വൻ വിജയമാകാൻ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നേരുന്നു. താങ്ക് യു സോ മച്ച്. എന്നോട് പറയാറുണ്ട് വിഷാരടി തവല വേണം തവല വേണം. നസീറും പറയും, എല്ലാവരും പറയും. ഞാൻ വായിക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാജേന്ദ്രൻ്റെ കേട്ടും അടുത്താണ്. എന്നാലും വായിക്കാറില്ല. ഓക്കെ. സക്കീർ ഹുസൈൻ തവലയിൽ വായിച്ചൊരു ചെതി ഞാൻ അനുകരിക്കാം. കുറേ നാളെ അനുകരിച്ചിട്ട് താങ്ക് യു സോ മച്ച്. കുറേ നാളായി ഇത്രയും കൈകടി കിട്ടിയത്. ദീപികയുടെ റിക്വസ്റ്റ് ഉണ്ട്, ജോർജിനെ സിനിമയിലെടുത്ത് നശിപ്പിക്കരുത്, ഞങ്ങൾക്ക് നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് നഷ്ടപ്പെടുന്നു. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. അതായത് ഭൂപത എന്ന് പറഞ്ഞ പടത്തിൽ ആ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്നത് മുവിൻ. ആ സമയത്ത് തന്നെ മുവിൻ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് അവർ നായകനാവണം എന്നുള്ള കാര്യം അന്ന് മുതൽ പറഞ്ഞിരുന്നു. അത് ഇന്ന് സാഫല്യമായി. എല്ലാവിധ ആശംസകളും. ഗംഭീരമാവട്ടെ. നാദർഷിക അഭിസാറെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നാശികയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള സംഭവം നടന്ന രാത്രി എന്ന ഈ ചിത്രം വളരെ ഗംഭീരമായി തീർക്കാൻ സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ എനിക്ക് ഒരു വേഷം എന്ന നാശിക്ക് പ്രത്യേകം നന്ദി പറയാണ്. പടം വളരെ വളരെ ഗംഭീരമാവട്ടെ. എല്ലാവിധ പ്രാർത്ഥനയ്ക്കും താങ്ക് യു സോ മച്ച്. ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ മാവേലി കൊമ്പത്ത് കാസറ്റുകളിലൊക്കെ എൻ്റെ കൂടെ കറക്റ്റൊക്കെ നിന്ന് എൻ്റെ സ്കിറ്റുകൾ, ആ മാവേലി കൊമ്പത്തിൻ്റെ സ്കിറ്റുകളുടെ പിന്നിലുള്ള കൈകളാണ്. യൂസഫിൽ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുള്ളതാണ് ശ്രീ യൂസഫ്. താങ്ക് യു നാഷിക. എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തന്നത് നാഷികയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ ഇരിക്കുന്നുണ്ട്. ലാലേട്ടൻ വരെ മറന്നുപോയി. ഷാഫി സാർ അസോസിയേറ്റ് ആയിരുന്നു ഫ്രണ്ട്സ്. ഓർക്കണ്ടോ? സൂപ്പർ ഹിറ്റ് ആയിരുന്നു അല്ലേ? ആ, ഇതൊന്ന് ഓർക്കണം. നാദിഷിക്ക എനിക്ക് അവസരം തന്നു ഒരു സിനിമയിൽ. അമർ അക്ബർ അന്തോണി ഹിറ്റ്. വീണ്ടും വിളിച്ചു കട്ടപ്പനയിലെ പ്രതിഘോഷം ഒരു ബാർബറായിട്ട്. അപ്പൊ ആരുടെ ക്രെഡിറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ പൂജാ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. ഇവരെല്ലാവരും എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇവരെല്ലാവരും എൻ്റെ ഫാമിലി പോലെയാണ്. നാദർഷിക്കയുടെയും റാഫിക്കയുടെയും ഹിറ്റ് ലിസ്റ്റിലൊരു സിനിമയാവട്ടെ ഇതെന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ മൂവി ദേവിക മൂവിനെ എനിക്കൊന്ന് 2016 നിങ്ങൾ റോൾ മോഡൽസുമായിട്ട് അറിയാം. അപ്പോൾ ഡയറക്ടോറിയൽ സെക്ഷനിലായിരുന്നു. ഇപ്പോൾ ഹീസ് ഇൻ ടു ആക്ടിങ് ആൻഡ് ഐ റിയലി കാൺ വെയിറ്റ് ടു സീ ഹിം പെർഫോം. ഓൾ ദി ബെസ്റ്റ്. ഇതിലെ എല്ലാ ക്രൂ ആൻഡ് കാസ്റ്റ് മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇതൊരു വലിയ വിജയമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. നാദർഷിക്കയുടെ എല്ലാ വിജയങ്ങളും ദൂരെ മാറി നോക്കിയതുകൊണ്ടാണ് ഞാൻ. സംഭവം നടന്ന രാത്രി ഒരു വലിയ സംഭവമായി തീരട്ടെ. താങ്ക് യു. എന്താ പറയുക, ഇതിങ്ങനെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വേദിയിൽ എന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ടിക്കയുടെയും ഷാഫിക്കയുടെയൊക്കെ ഈ ഒരു കൂട്ടായ്മയിലുള്ള ഈ റാഫിക്കയുടെയും കൂട്ടായ്മയിലുള്ള ചിത്രം വലിയ വിജയമായി തീർത്തേന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള
IMV ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. താങ്ക് യു. ഞങ്ങളുടെ ഇത് ഒരു സ്വന്തം സഹോദരനാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. ഇപ്പോൾ എല്ലാ ചടങ്ങുകൾക്കും തീർച്ചയായിട്ടും വിജയേട്ടൻ്റെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ടുപേരും സംസാരിക്കും. നമസ്കാരം. ഞാൻ പറഞ്ഞേക്കാൾ നന്നായിട്ട് പറഞ്ഞത് നല്ല ആൾക്കാരുടെ കൂടെ സംഭവം നടന്ന രാത്രി ഇക്കെൻ്റെ എല്ലാ പടങ്ങളും ഭയങ്കര ഹിറ്റാണ്. ഇതും ഭയങ്കര ഹിറ്റാവുണ്ടെന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. താങ്ക് യു. എല്ലാം പ്രിൻസിൻ്റെയാണ്. പല ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങളുടെ വീട്ടിലെ ഹോം തിയേറ്റർ ബോളിവുഡിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മലയാളിയായിട്ടുള്ള ഈ പ്രിയപ്പെട്ട ആളാണ് എന്നുള്ളത് സന്തോഷം അറിയിക്കുന്നത്. അതിനും വലിയൊരു സന്തോഷം പറയാനാണ് ഞാൻ വന്നത്. ഒരുപാട് കാലമായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഒരു 20 വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്ക സിനിമാക്കാർക്ക് എന്താ അറിയാം, മിക്ക ആൾക്കാരും എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 43 വയസ്സായി. ഈ 43ാമത്തെ വയസ്സിൽ എനിക്ക് ഹീറോ ആയിട്ട് അഭിനയിക്കാൻ ഭയങ്കര ഒരു അവസരം കിട്ടി. ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കാനുള്ള അവസരം കിട്ടി. അതിന് എന്താ പറയുക, ദൈവം വലിയ ഒരാളായിട്ട് പ്രവർത്തിച്ചത് നാദൃഷയ്ക്കയിലൂടെയാണ്. നാദൃഷയ്ക്കാണ് എന്നെ ഹീറോ ആയിട്ട് അതിൽ സെലക്ട് ചെയ്തത്. സീരിയൽ അനുരാഗ ഗാനം തുടങ്ങിയ സീരിയലിൽ ഹീറോ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തത്, എന്നെ കണ്ടുപിടിച്ച് CTVക്കാർക്ക് കൊടുത്തതും നാദൃഷയ്ക്കാണ്. എന്തായാലും 5 എപ്പിസോഡായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നടന്നു. അതിലും വലിയൊരു സങ്കടം സന്തോഷം എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു പോസ്റ്റർ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വരിക എന്നുള്ളത് സ്വപ്നത്തിനേക്കാളും വലുതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കണ്ടപ്പോൾ ശരിക്കും എന്തായാലും ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഈ ആഗ്രഹം കഴിഞ്ഞിട്ട് മരിക്കൂ എന്നുള്ളതൊരു മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും ആഗ്രഹം സാധിച്ചു. അതിന് നാദൃഷയ്ക്കോട് വലിയൊരു താങ്ക്സ് പറയുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഭയങ്കര റീച്ചായി. അതും വലിയ സന്തോഷമായി. അപ്പൊ എല്ലാവരും അനുരാഗാനം പോലെ കാണണം. ഇത്രയേ ഉള്ളൂ പറയുന്നത്. എന്തായാലും വലിയൊരു സന്തോഷം നാദൃഷയ്ക്കോട് പറയുന്നു. ഇതിനകത്ത് ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചെയ്യാം. റാഫിക്കർ അത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ? ഒരുപാട് സന്തോഷം. മെയിൻലി ഞാൻ പൂജയിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ജോയേട്ടനോട് പറയാറുണ്ട്, ഇവിടെ ഭയങ്കര ഒരു വൈബുണ്ട്, ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അപ്പം പുള്ളി തന്നെ പറഞ്ഞു, നാദൃഷയ്ക്കയുടെ ബന്ധങ്ങൾ അതുപോലെയാണ്. ഇവിടെ വന്നേക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് കൂടെ നിൽക്കണമെന്ന് ഉറപ്പിച്ചതിന് ശേഷം വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. സീരിയസ്ലി ഇതൊരു വലിയ സംഭവം ആവട്ടെ. Let this be one of the best that you ever had. And personally, ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചെന്ന് പറയാം. And thank you for this opportunity. Thank you very much. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് മൈക്കിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അതിപ്പോൾ ഇത്രയും നമ്മൾ സ്വപ്നം കണ്ടെങ്കിൽ വലിയ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം എന്നതിൽ ആശിക്കാനത്തും വാർച്ചയിലും ഒരുപാട് നന്ദി. പിന്നെ എനിക്കറിയാം ഇവിടെ നല്ല ചൂടും നിങ്ങളെല്ലാം നല്ല ബിസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടൈം കണ്ടെത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒരുപാട് നന്ദി. പിന്നെ എപ്പോഴും സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇന്നിവിടെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതും ഈ ഫുള്ളായി മൂവിയിൽ തന്നെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നാദൃഷ സാറിനകത്തും റാഫി സാറിനകത്തും അതിനെ കൊണ്ട് വലിയൊരു താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.
നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്കൊരു എല്ലാവരുമായിട്ട് കാണാനും ടീമിൽ എത്തിപ്പെടുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം. നല്ല രീതിയിൽ മൂവി പോകട്ടെ, നല്ലൊരു ഹിറ്റാവട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സംഭവം നടന്ന രാത്രി ഗംഭീരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കും. ഞാനതിനകത്തൊരു ചെറിയ പരിപാടി ഉണ്ടെന്ന് പറയേണ്ടില്ല. എല്ലാത്തിനും ചെറിയ ചെറിയ പരിപാടിയായിരുന്നു മുന്നേ തന്നുകൊണ്ടിരുന്നത്. ഇതിൽ കുറച്ച് കൂടുതലുണ്ടെന്ന് അറിയില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. സാഹിബ് അല്ല, നീ വിഷാന്തി പറഞ്ഞ വേറൊന്നുമല്ല. യൂസഫ് അലിക്ക ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഹെലിപാഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കത് പറ്റിയതില്ല പറയാം. ഇക്കാരനാണ് എൻ്റെ റോൾ മോഡൽ. ഇങ്ങനത്തെ ഐറ്റംസുകൾ ഇക്കാടെ അനിയൻ സഹോദരനാണ് എനിക്ക് പറഞ്ഞത് നിന്റെ കടയിൽ കിട്ടുമെന്നുള്ളത്. എന്തൊക്കെ വെള്ളി ആഭരണം സ്വർണം, പിന്നെ ഞാൻ പാടുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളി വരാറുണ്ട്. എന്തായാലും സംഭവം നടന്ന രാത്രിയിൽ ഞാനിവിടെ എത്തി. ഏത് രാത്രിയിൽ? ഇന്നലെ രാത്രിയിൽ എത്തണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഈ മൂവിക്ക് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. എല്ലാം പടച്ചവൻ്റെ കൃപ കൊണ്ട് നന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്ക് ചാൻസ് ഉണ്ടോ എനിക്കത് ചോദിക്കാറുണ്ട്. കൂടുതൽ സന്തോഷിച്ച ഒരാളോട് ഞങ്ങളുടെ കൂടെ അനുസരിച്ച നമ്മുടെ അമരപ്പുറത്തോണി എന്ന് പറയുന്ന ഒരു സിനിമ, ഇത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഒരാളാണ് ആനന്ദിച്ചേട്ടൻ. ആദ്യം നാദിഷയുടെ പഠിച്ചിട്ട് ഞാൻ കൊടുത്തത്, അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നാദിഷ വിട്ടുള്ള ആളാണ്, അതുകൊണ്ട് പണം സക്സസ് ആവും. നേരിട്ടിരിക്കുകയാണ്. അല്ല, ഈ സുരേഷ് ഏട്ടൻ പറഞ്ഞതിന് ഞങ്ങളുടെ ഭാഗത്ത്, ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംസാരിക്കണം. സുരേഷ് സംസാരിച്ചത് കറക്റ്റാണ്. ഈ സ്പീക്ക് ഫോർ മീ. താങ്ക്സ് അല്ലോ. എല്ലാം വന്ന എല്ലാവർക്കും നന്ദി. ലെറ്റ് us go for best. Thank you.